അയ്യോ, പെട്ടെന്ന് ടി വിക്ക് എന്തൊരു പറ്റി? ഇത് ഓണാവുന്നില്ലല്ലേ? ആ, അമ്മയെടുത്ത് പറയാം ടി വി ശരിയാക്കണ ആളെ വിളിക്കാൻ. അമ്മേ, അമ്മേ. എന്താടാ ചെറുക്ക വിളിക്കണേ? ഇങ്ങോട്ട് വാ. ഓ, ഞാൻ അങ്ങോട്ട് വരാം. അമ്മ എന്താണ് പുറത്ത് ചെയ്യണേ? അങ്ങോട്ട് വന്ന് നോക്കി നോക്കാം. ഇനിയിപ്പോൾ ടി വി ശരിയാക്കിയില്ലെങ്കിൽ എൻ്റെ സമയം പോവില്ല. അപ്പുറത്തെ വീട്ടിലെ ആൻറ്റീനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അമ്മ, നമ്മളെ വീട്ടിലെ ടി വി ചീത്തയായിപ്പോയി. എന്താടാ ചെറുക്ക, നീ തന്നെ ചീത്തയാക്കിയേ? ഞാനല്ല, ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ടി വിയുടെ സ്ക്രീൻ പോയാ എനിക്ക് കണക്കായിപ്പോയി. അതെന്ത്? പണിക്കും പോവാതെ വീട്ടിൽ കയറി ഇരിപ്പല്ലേ നിന്റെ ജോലി. ഇനി ആ ടി വി ശരിയാക്കണമെങ്കിൽ ഞാൻ ഒരു പൈസയും തരൂല. മോൻ തന്നെ പോയി കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി അങ്ങ് ശരിയാക്കിയാൽ മതി കേട്ടാ. അമ്മ, എടാ പോടാ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നീ. ഇന്നത്തേക്കും കൂടെ ശരിയാക്കാൻ പൈസ തരാമോ? നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞ. തേങ്ങ എവിടെ? അയ്യോ, ഞാൻ തന്നെ ശരിയാക്കിക്കോളാമേ. ഇനിയിപ്പോൾ ഞാൻ തന്നെ വല്ലതും ബിസിനസ്സോ വല്ലതും ചെയ്തൊരു പൈസ ഉണ്ടാക്കിയിട്ടേ ഈ ടി വി ശരിയാക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എന്തൊരു ബിസിനസ് തുടങ്ങാൻ നിൽക്കണം നിപ്പിൽ. ടി വിയിലാണെങ്കിൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റന്നാളാണ് മാച്ച് കാണാനുള്ള. ഇനിയിപ്പോൾ മാച്ചും കാണാൻ പറ്റൂല. അതുകൊണ്ട് എവിടെയെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കി നോക്കാം. നമ്മൾ രാജു ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ നമുക്ക് ജോലി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. രാജു ഏട്ടൻ്റെ അടുത്ത് പോയി ചോദിച്ചു നോക്കാം, വല്ല ബിസിനസ് കാര്യങ്ങളോ വല്ലതും ഉണ്ടാകും. എൻ്റെ ആകെ ബിസിനസ് തുടങ്ങാൻ ഒരു 50,000 രൂപ മാത്രമേ ഉള്ളൂ. രാജു ഏട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ അതിൻ്റെ അകത്തൊക്കെ കിട്ടണ ജോലിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമായിരിക്കും. വല്ല എളുപ്പമുള്ള ജോലി ആയാൽ മതിയായിരുന്നു. ഒന്നാമത് ഭയങ്കര വെയിലാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ജോലിക്ക് പോവാം. എനിക്ക് വയ്യ. നമ്മുടെ രാജുവേട്ടൻ്റെ അടുത്തല്ലേ പോകണം. രാജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു സിമ്പിൾ ജോലിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലാതെ എനിക്കൊരു സിമ്പിൾ ജോലി പോലും അറിഞ്ഞുകൂടാ. അപ്പം ഗയ്സ്, ഞാൻ രാജുവേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, ലൈറ്റ് ഇടിച്ച് പൊളിച്ചല്ലോ. രാജുവേട്ടൻ അറിഞ്ഞു കാണൂല. നമുക്ക് എന്തായാലും കയറി ചോദിച്ചു നോക്കാം. ഹലോ രാജുവേട്ടാ, ഞാൻ വന്നിട്ടുണ്ട് കേട്ടാ. ഓടാ, കയറി വാടാ നീ. ഓ, ഈ രാജുവേട്ടൻ എപ്പോഴും അകത്ത് തന്നെ, പുറത്തൊരു നേരം ഇറങ്ങൂല. രാജുവേട്ടാ, നിങ്ങൾക്ക് ഒരു നേരം പുറത്തിറങ്ങി വന്നൂടെ? എടാ, അത് ഭയങ്കര വെയിലല്ലേ വെളിയിൽ. ഓ, അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ എന്തിനിവിടെ വന്നോ? രാജുവേട്ടാ, എനിക്കൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ഓ, ഞാൻ ബിസിനസ് ഒക്കെ നിനക്ക് പറഞ്ഞു തരാം. അല്ല, നീ ആദ്യമായിട്ടാണല്ലോ ഒരു ജോലിന്റെ കാര്യം പറയുന്നേ. അല്ല, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് ജോലിക്ക് പോവാം. അങ്ങനെ ഇറങ്ങിയതാണ്. ടി വി ഒക്കെ അങ്ങ് ചീത്തയായിപ്പോയി. അതുകൊണ്ട് ടി വി ശരിയാക്കാൻ വേണ്ടി പൈസയില്ല. അതിനു വേണ്ടിയാണ് രാജുവേട്ടൻ്റെ അടുത്ത് വന്ന. രാജുവേട്ടന് ബിസിനസ് വല്ലതും അറിയാമോ? പിന്നെ അറിയാതെ. നിന്റെ ബിസിനസ് തുടങ്ങാൻ എത്ര രൂപയുണ്ട്? എൻ്റെ ഇപ്പോൾ തൽക്കാലം 50,000 രൂപയുണ്ട്. 50,000 ഉണ്ടോ? അത് ധാരാളമാണ്. വെറും 20,000 രൂപ മാത്രം മതി. അത് പറഞ്ഞില്ല രാജുവേട്ടൻ, എന്തൊരു ജോലിയാണ് എനിക്ക് പറഞ്ഞു തരാൻ പോണേ? നീയേ പാനിപ്പൂരി ബിസിനസ് തുടങ്ങും. പാനിപ്പൂരി ബിസിനസ്സാ? രാജുവേട്ടാ, ഞാൻ പോണേ, ഞാൻ തുടങ്ങാൻ പോണേ. എടോ, ആ സുമേഷിൻ്റെ കടയിൽ നിന്ന് തന്നെ കട വാങ്ങിക്കണേ. ഓ രാജുവേട്ടാ, സെറ്റു. അപ്പം നമ്മൾ തുടങ്ങാൻ പോണ ബിസിനസ്സാണ് പാനിപ്പൂരി ഷോപ്പ്. അപ്പം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് പോയി സെറ്റാക്കിയിട്ട് വരാം. രാജുവേട്ടൻ പറഞ്ഞത് സുമേഷിൻ്റെ കടയുള്ള കട നല്ലതാണെന്ന്. അപ്പം നമ്മൾ സുമേഷിൻ്റെ കടയിൽ പോയി അത് വാങ്ങിച്ചിട്ട് നമുക്ക് കാണാം കേട്ടാ. എൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അപ്പം ഗയ്സ്, ഞാൻ കടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാട്ടാ. അപ്പം ഇതാണ് നമ്മളെ പാനിപ്പൂരി കട. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നമുക്കിവിടെ നിന്ന് നോക്കാം, ആരെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഇനി ഈ ബിസിനസ് കൊണ്ടാണ് എനിക്കൊരു ടി വി വാങ്ങിക്കാനുള്ള. നല്ലപോലെ കസ്റ്റമേഴ്സൊക്കെ വന്നാൽ മതിയായിരുന്നു. അതൊക്കെ വരും. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം, ആരെങ്കിലും വരും. പിന്നെ ഗയ്സ്, ഞാൻ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് ഒരു ഈച്ചക്കുട്ടി പോലും ഇവിടെ വന്നില്ല. സമയം ഇവിടെ 4 മണിയാണ്ടേ ആയെന്നു. എന്നാലും എന്താ ആളൊന്നും വരാത്തേ? ആദ്യമായിട്ടല്ലേ തുടങ്ങണ. ആദ്യമൊക്കെ ഇങ്ങനെ ഫ്ലോപ്പ് ആവും, പിന്നെ അങ്ങ് ശരിയാവും. പിന്നെ രാത്രി വരെ ഉണ്ടല്ലേ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എനിക്ക് ഉറപ്പുണ്ട് ആരെങ്കിലും ഇന്ന് വരുമെന്ന്. ഇന്ന് ഭയങ്കര വെയിലാണ്, ഇവിടെ തന്നെ നിൽക്കാൻ എനിക്ക് വയ്യ. ഇനിയിപ്പോൾ കയറി പോയാൽ ആരെങ്കിലും പാനിപ്പൂരി വല്ലതും അടിച്ചോണ്ട് പോയാലാ? എത്ര വെയിലും ഉണ്ടാലും ഇവിടെ തന്നെ അങ്ങ് നിൽക്കാം. എനിക്ക് വിശക്കണം, കുറച്ച് പാനിപ്പൂരി ഞാൻ അങ്ങ് എടുത്ത് തിന്നാം. ഗായ്സ്, ഇവിടെ രാത്രിയായി, ഇതുവരെയായിട്ട് ഒരു കസ്റ്റമർ വന്നില്ല. എന്നാലും എൻ്റെ ബിസിനസ് അങ്ങ് ഫ്ലോപ്പായി പോയല്ലോ. ആകെ കൂടി കയ്യിലിരുന്ന ആ പൈസയും കൂടെ അങ്ങ് പോയി. എന്നാലും ഇന്നത്തെ ഒരു ദിവസം ശോകം തന്നെയായിരുന്നു. ഒരാൾ പോലും വന്നില്ലല്ലോ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ എനിക്ക് ബിസിനസ്സിനൊന്നും പോകാൻ മൂടില്ല. ബിസിനസ്സിന് പോയാലേ ഇനി എനിക്ക് പൈസ കിട്ടുള്ളൂ ടി വി ശരിയാക്കാൻ.
എന്തായാലും നോക്കി നോക്കാം നാളത്തേക്കും കൂടി. നാളെയും ഇനി ആരും വന്നില്ലെങ്കിൽ നമുക്ക് TV ഒന്നും വേണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെ വീട്ടിലെത്തി കാര്യം ഇനി അമ്മയുടെ അടുത്ത് പറയണ്ട, പിന്നെ നാണക്കേടാവും. അതുകൊണ്ട് നൈസായിട്ട് പോയി കിടന്നങ്ങ് ഉറങ്ങാം. ഇന്നത്തെ ദിവസത്തെ ഒരു ഉപയോഗമുണ്ട്, കുറേ വെയിലൊക്കെ കൊണ്ട്, അതുകൊണ്ട് വൈറ്റമിൻ D ഒക്കെ കിട്ടിക്കണം. കിടന്നങ്ങ് ഉറങ്ങാം. അപ്പം ഗൈസ് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് ജോലിക്ക് പോവാം. ഇന്നെങ്കിലും ആരെങ്കിലും വന്നാൽ മതിയായിരുന്നു. ഇന്നലെ ആണെങ്കിൽ റോട്ടിൽ വലിയ ആൾക്കാരും ഇല്ലായിരുന്നു. ഇന്നലെ ഞായറാഴ്ചയായി, ഇന്ന് തിങ്കളാഴ്ച. എന്തായാലും ഒന്ന് നോക്കി നോക്കാം കട നടത്തി. പിന്നെ ഗൈസ് എൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. അയ്യോ, എൻ്റെ കട ഇന്നലെ ഞാൻ മൂടാൻ മറന്നു പോയല്ലേ. കടയിലെ സാധനങ്ങളൊന്നും ചീത്തായില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ന് നല്ലൊരു കച്ചവടം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നേനെ. കച്ചവടം വേണമെങ്കിൽ ഭാഗ്യം വേണം, പിന്നെ ഉണ്ടാക്കണതിൽ രുചിയും വേണം. ഞാൻ ഉണ്ടാക്കണതാണെങ്കിൽ ഇതുവരെയായിട്ട് ഞാൻ ഒരു സാധനം പോലും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ യൂട്യൂബിൽ നോക്കിയൊക്കെയാണ് ഈ പാനിപ്പൂരി എങ്ങനെയൊക്കെ ഉണ്ടാക്കണേന്ന് നോക്കിയാ. എനിക്ക് തന്നെ തിന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം, ആരെങ്കിലും വരണമെങ്കിൽ കൊള്ളായിരുന്നു. ഇന്ന് ഗൈസ് ഇന്നലത്തെ അത്ര വെയിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഗൈസ് ഒരു കസ്റ്റമർ എൻ്റെ കടയിലോട്ട് വന്നു. ചേട്ടാ, എത്ര പാനിപ്പൂരി വേണം? എടാ, എനിക്കൊരു 10 എണ്ണം മതി. ചേട്ടാ, ഒരു 20 എണ്ണം ഇട്. വേണ്ടടാ മോനെ, 10 എണ്ണം മതി. ഓക്കെ ചേട്ടാ. കൊല്ല മോനെ, 10 എണ്ണം എത്ര രൂപയാണ്? 10 രൂപ കേട്ടാ. ഓക്കെ. ഇപ്പം ഗൈസ് ഇപ്പോഴാണ് ഒരു സമാധാനമായത്. പിന്നെ ഗൈസ് ഇവിടെ മഴയൊക്കെ തുടങ്ങി കേട്ടാ. നമ്മുടെ സാധനങ്ങളൊന്നും നനയൂല. മണ്ടയിൽ ഇതുണ്ടല്ലേ ഷീറ്റ്. എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടണം. ഒന്ന് പോയി മൂത്രം ഒഴിച്ചിട്ടൊക്കെ വരാം. കുറേ നേരം ഒരേ കണക്ക് നിന്ന് നമുക്ക് പോയി മൂത്രം ഒഴിച്ചിട്ട് വരാം. ഇവിടെ പോവാമെങ്കിൽ മതിലിൻ്റെ അവിടെ വല്ലതും പോയി മുള്ളാം. ചുറ്റിനും ആരുമില്ല, നമുക്ക് നൈസായിട്ട് പോവാം. മതിലിൻ്റെ അവിടെ വല്ലതും പോയി നിൽക്കാം, സാധിക്കാം. പെട്ടെന്ന് തന്നെ ഒരു ഉഗ്രൻ മഴ. അപ്പം ഗൈസ് ഞാൻ സാധിച്ചു കേട്ടാ. നമുക്ക് കടയിൽ പോയി. എൻ്റെ മോനെ, ഇത് എത്ര കസ്റ്റമർ! ഞാൻ സ്വപ്നം തന്നെ കാണണ. അതെ ചേട്ടാ, ഞാൻ സ്വപ്നം വല്ലതും ആണോ കാണണേ? എന്തോ നീ തന്നെയാണോ ഈ കടയിൽ ഓണർ? അതെ ചേട്ടാ. നീ ഒരു 20 പാനിപ്പൂരി എടുത്ത്. ഓ ചേട്ടാ, ഇന്നാ ചേട്ടാ 20 പാനിപ്പൂരി. 20 പാനിപ്പൂരി എത്ര രൂപ? 20 രൂപ. ഇന്നാടാ എടുത്തോ. അങ്ങനെ എല്ലാ കസ്റ്റമറിനും ഞാൻ പാനിപ്പൂരി കൊടുത്ത് വിട്ട്. ഇന്ന് എനിക്ക് 4000 രൂപ കിട്ടി. അപ്പോൾ ഈ 4000 രൂപ ഒരു മാസം കൊണ്ട് എനിക്കിപ്പോൾ 1,00,000 കൂടുതൽ കിട്ടും. ഒരു ദിവസം 4000 രൂപ വെച്ച് കിട്ടിയ. അങ്ങനെ ബിസിനസ് സക്സസ്. ഇനിയൊന്ന് വീട്ടിൽ പോയി സുഖമായി കിടന്നുറങ്ങാം. ഈ കാര്യം ഇനി എല്ലായിടത്തും പോയി പറഞ്ഞ് മാസമാണ്. എല്ലാവരും പറയണം ഞാൻ ജോലിക്ക് പോകൂല, അതിന് പോകൂല, ഇതിന് പോകൂല എന്നാണ്. ഇപ്പം കണ്ട, ഒരു ദിവസം കൊണ്ട് 4000 രൂപ. അമ്മ, ഇന്ന് നല്ല കച്ചവടം ഉണ്ടായിരുന്നു. ഇന്നൊരു ദിവസം കൊണ്ട് 4000 രൂപ കിട്ടി. ആണോ മോനെ, നല്ല കാര്യം. നീ നാളെയും പോണം കേട്ടാ. അതൊക്കെ എപ്പോഴേ റെഡി. മോനെ, നീ പോയി കിടന്നുറങ്ങ്. അപ്പൊ ഇതാണല്ലേ ഫ്രാങ്ക്ലിന്റെ ഷോപ്പ്. ഇവന്റെ ഷോപ്പ് വന്നോടുകൂടി എന്റെ കസ്റ്റമേഴ്സൊക്കെ അവന്റെ കടയിലാണ് പോണം. ഇനി അവന് കട തുടങ്ങാൻ അവന്റെ കട പോലും ഇവിടെ കാണൂല. അവന്റെ കട ഫുള്ള് ഞാൻ സ്റ്റിക്കി ബോംബിട്ട് നശിപ്പിക്കും. നോക്കിക്കോ, അവൻ എന്റെ കച്ചവടമാണ് പൊളിച്ചത്. നോക്കിക്കോ, അവന്റെ കട എത്ര ഞാൻ ഇന്ന് പൊളിക്കും. അവൻ്റെ ഒരു പാനിപൂരി കട. ഇനി രാവിലെ വരുമ്പോൾ എവിടെ ഇട്ട് കച്ചവടം നടത്തുമെന്ന് ഞാൻ നോക്കട്ടെ. എൻ്റെ കസ്റ്റമേഴ്സ് അത്രയും എടുത്ത്. ഇപ്പോൾ എൻ്റെ കടയിലോട്ട് ഒരു ഈച്ചക്കുട്ടി പോലും വരണില്ല. ഈയടോ, ഞാൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് അത് പറയും കേട്ടോ. എന്തോ നീ പറയോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എവിടെ സ്റ്റിക്കി ബോംബ്? ഇയാളെ വറുത്തിട്ട് അങ്ങ് പൊട്ടിക്കാം. ഇയാളെ വെറുതെ വിട്ടാൽ പണി കിട്ടും. ഇയാൾ വേണമെങ്കിൽ ചെന്ന് ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇയാളെ വെറുതെ വിടാൻ പറ്റില്ല. ഇയാളെ എങ്ങനെയെങ്കിലും കൊല്ലണം. എന്നെ കൊല്ലണം. പോലീസിനെ വിളിക്കും ഞാൻ. ഇനിയിപ്പം നിങ്ങൾ പോലീസിനെ ആരെ വിളിച്ചിട്ടാ കാര്യമല്ല. ഞാൻ നിങ്ങളെ കൊന്ന് കണ്ടാ. അവൻ്റെ കടയും പോയി, എല്ലാം പോയി. ഇനി നാളെ തൊട്ട് എൻ്റെ കടയിലായിരിക്കും ആള് വരുന്നത്. ഫ്രാങ്ക്ലിൻ രാവിലെ എണീറ്റ് നോക്കണം ഈ കാഴ്ച. ഞാനാണ് ഈ സിറ്റിയിൽ ഏറ്റവും നല്ലപോലെ പാനിപ്പൂരി ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവൻ്റെ കടയിൽ പോയി എല്ലാവരും വാങ്ങിക്കുന്നു. അതിന് ഞാൻ വെറുതെ വിടില്ലല്ലോ. അപ്പം ഗൈസ് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എൻ്റെ കടയിൽ പോവാം. കടയിൽ പൊക്കോളാൻ വയ്യ. ഇന്നും കൂടെ 4000 രൂപ കിട്ടിയാൽ എനിക്ക് 8000 രൂപ 2 ദിവസം കൊണ്ട്. ആ പൈസയൊക്കെ മതി എനിക്കൊരു പുതിയ TV അങ്ങ് വാങ്ങിച്ചു വയ്ക്കാം. ഇപ്പം ഈ ജോലി എന്താ രസം. പിന്നെ ഒരു കാറും എടുക്കണം, നല്ല അടിപൊളി ലക്ഷറി ലംബോർഗിനി കാറൊക്കെ എടുക്കണം. അയ്യോ, എൻ്റെ കട എങ്ങോട്ട് പോയി? എന്നാലും എൻ്റെ കട എങ്ങോട്ട് പോയി? എവിടെ പോയി? ആരെടുത്തു എൻ്റെ കട? എൻ്റെ കട എവിടെ? ഇനിയിപ്പോൾ ആരെടുത്ത് ചോദിക്കാം എൻ്റെ കട എവിടെ പോയെന്ന്?
അവിടെ നിൽക്കുന്ന ആരെങ്കിലും അടുത്തൊന്ന് ചോദിച്ചു നോക്കുക. എന്നാലും എൻ്റെ ഇന്നലെ വരെ നോക്കി നടത്തി എൻ്റെ കട എന്നാലും പോയല്ലേ. ചേട്ടാ എൻ്റെ കട കണ്ടാ നിങ്ങൾ? ഓടാൻ മോനെ ഞാൻ കണ്ട്. പണ്ട് ഇവിടെ പാനിപ്പൂരി നടത്തണ സാബുവാണ് ഇത് ചെയ്ത. രാത്രി അവൻ നിന്റെ കടയിൽ വന്ന് സ്റ്റിക്കി ബോംബിട്ട് ഈ കട നശിപ്പിച്ചിട്ട് പോയി. ഏത് പണ്ട് അവൻ പാനിപ്പൂരി നടത്തണ അയാളാ? ഓടാ മോനെ, നീ അവനൊരു മുട്ടാൻ പണി കൊടുക്കണം. ഞാൻ നിനക്ക് കുറച്ച് സ്റ്റിക്കി ബോംബ് വരാം, നീ അത് കൊണ്ടുപോയി അവൻ്റെ വീട്ടിലിട്ട് പൊട്ടിച്ച് കളെ. ഓക്കെ ചേട്ടാ, അതൊക്കെ ഞാൻ ഏറ്റ്. എൻ്റെ കട നശിപ്പിക്കാൻ വന്നേക്കണം അവൻ്റെ വീടോടെ ഞാൻ നശിപ്പിക്കും. നീ പോയിട്ട് വാ മോനെ. ഓക്കെ ചേട്ടാ. പിന്നെ അവൻ്റെ വീട് എവിടെയാണ്? അത് മോനെ മറ്റേ വില്ലേജിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. എനിക്കും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. ബട്ട് ഞാനും അവൻ്റെ കടയിൽ പോയി പാനിപ്പൂരിയൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പോയി അവൻ്റെ വീട് നശിപ്പിക്കണം. എൻ്റെ കട അവൻ സ്റ്റിക്കി ബോംബിട്ട് നശിപ്പിച്ചില്ലേ, അത് കണക്ക് അവൻ്റെ വീട് ഞാൻ നശിപ്പിക്കും. ആ സാബുവിന് എത്ര ധൈര്യം എൻ്റെ വീട് നശിപ്പിക്കാൻ. അവനെ ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുമല്ലേ ഈ ഫ്രാങ്ക്ലിൻ ആരാന്ന്. എന്നെ അവന് തികച്ചും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവൻ കടയും കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അവൻ്റെ വീട് ഇവിടെ കാണൂല. അല്ല, ഈ സാബുവിൻ്റെ വീട് എവിടെയാണ്? അവിടെ ഇരിക്കണ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹലോ ചേട്ടാ, ആ സാബുവിൻ്റെ വീട് എവിടെയാണ്? നീ വണ്ടി ബാക്കിലോട്ട് വളച്ചെടുത്തോ, അവിടെ മരമൊക്കെ നിൽക്കണ വീടില്ലേ, അതാണ് സാബുവിൻ്റെ വീട്. ഓക്കെ ചേട്ടാ. അപ്പം ഈ സാബുവിൻ്റെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. അതോ നേരെ കാണുന്ന ആ വീട് തന്നെ സാബുവിൻ്റെ വീട്. ഇന്ന് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ നിന്ന് കത്തും. ഇനി എൻ്റെ കടയല്ല, ആരെ കട പോലും അവൻ കത്തിക്കാൻ ഇതായിരിക്കും അവൻ്റെ അവസ്ഥ. എന്തായാലും നമുക്ക് വീട്ടിൽ പോയി അവനിട്ട് നല്ല മുട്ടൻ പണി തന്നെ കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ഡോറാണെന്ന് തോന്നണം. എന്തൊരു ഡോറാ, അവൻ്റെ ഡോർ ഇനി കാണൂല അവിടെ. വണ്ടി ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി സാബുവിനെ വിളിച്ചു നോക്കാം. എടാ സാബു, ഞാൻ വരുന്നുണ്ടടാ. നിന്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് നശിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. എൻ്റെ കടയും കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതിൻ്റെ പ്രതികാരമാണെന്ന് നീ വിചാരിച്ച. എൻ്റെ വീടും കാര്യങ്ങളൊക്കെ കാണാൻ കൊള്ളാം, പക്ഷേ അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ എനിക്ക് കത്തിച്ചല്ലേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഞാൻ അവന് അവിടെ കട ഉണങ്ങിയെന്ന് ഇഷ്ടപ്പെട്ട് കാണില്ല, അതുകൊണ്ടായിരിക്കും എൻ്റെ കടയും കാര്യങ്ങളൊക്കെ അവൻ നശിപ്പിച്ച. ഹലോ ചേച്ചിക്ക് അവിടുത്തെ വീട്ടിലെ സാബുവിനെ അറിയാം? മോനെ, അവൻ്റെ അടുത്ത് സൂക്ഷിച്ചൊക്കെ സംസാരിക്കണം. അവ ഒരു ഗുണ്ടയാണ് അതൊക്കെ ഞാൻ ആറ്റ് ചേച്ചി. അപ്പൊ ഗൈസ് അവനൊരു ഗുണ്ടയും കൂടിയാണെന്നാണ് ഞാൻ കേട്ടത്. ഗുണ്ടയായാലും എന്തൊരു ഉണ്ടയായാലും അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ന് കത്തും. അവൻ്റെ വീട്ടിൽ പട്ടിയല്ലോ ഉണ്ടോ? എന്തൊരു സൗണ്ട് പോലെ കേൾക്കണം, പട്ടി വരക്കണം. പട്ടികൾ കാണാൻ ചാൻസ് ഒന്നുമില്ല. അപ്പൊ ഗൈസ് ഞാൻ സ്റ്റിക്കി ബോംബ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇപ്പോഴാണ് എനിക്കൊരു സന്തോഷമാവണം. ഇനി നമുക്ക് ആ സ്റ്റിക്കി ബോംബ് അങ്ങ് ആക്ടിവേറ്റ് അങ്ങ് ചെയ്യാം. അവൻ്റെ വീടൊക്കെ അങ്ങ് കത്തിച്ചു. അപ്പൊ ഗൈസ് നമുക്ക് ആ സ്റ്റിക്കി ബോംബ് അങ്ങ് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ബോക്സിൽ റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യൂ. പിന്നെ ഗൈസ് എൻ്റെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ എല്ലാവർക്കും ബൈ.